യേശുവേ സ്തോത്രം 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 ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 രാജാതിരാജവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താതി കർത്തവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗതല ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്ക്, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വരാൻ വരുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് നമ്മളെ വിടുവിച്ച് കോഴിതന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറയ്ക്കുന്നത് പോലെ ദൈവം നമ്മെ മറച്ച് നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ കരുതന്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ തനിച്ചല്ല. നമ്മുടെ ജീവിതയാത്ര ഈ സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്രം നമ്മളെ കരം പിടിച്ചിരിക്കുന്ന കർത്താവ് നമ്മെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നവരെയും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെട്ടു പോകേണ്ട ഈ പകൽക്കാലവും ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുക. കഴിഞ്ഞ നാളുകളിൽ നമ്മെ വിടുവിച്ച ദൈവം ഇന്ന് വിടുവിക്കുന്ന ദൈവം നാളെ വിടുവിപ്പ ശക്തനായി നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. തളർന്നു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട ജീവിതയാത്രയിൽ സ്തോത്രം. തനിച്ചാണെന്നുള്ള തോന്നലുകൾ കടന്നു വരുമ്പോൾ പറഞ്ഞ് ഞാൻ തനിച്ചല്ല, എൻ്റെ ജീവിതയാത്രയിൽ കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പോടും ധൈര്യത്തോടും മുന്നോട്ട് പോകുക. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാക്കുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഭയപ്പെടേണ്ട. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതേ, നമ്മുടെ ജീവിത യാത്രയിൽ ഏതെല്ലാം പ്രയാസങ്ങൾ മധ്യ കൂടെ കടന്നു പോയാലും നമ്മൾ തനിച്ചല്ല. നമ്മെ തനിച്ചു വിടുന്ന ഒരു കർത്താവല്ല. സ്തോത്രം. നമുക്ക് തോന്നിയിരിക്കുക ഞാൻ തനിച്ചാണ്, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സ് തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. നമ്മുടെ കാലുകൾ ഇടറുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. പക്ഷേ അവിടെയൊക്കെയും നമ്മെ തനിച്ചു വിടാതവണ്ണം തന്റെ ഉള്ളം കരത്തിൽ വഹിച്ച് നമ്മെ കാക്കുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, പല വിഷയങ്ങളുടെ നടുവില് നമുക്ക് ഭയപ്പെടുവാൻ ഒത്തിരി കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗങ്ങൾ നമ്മെ ഭയപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭയപ്പെടുത്തിയിരിക്കാം. അതേ സ്തോത്രം. ശാരീരികമായ ക്ലേശങ്ങൾ നമ്മെ പല റിസൾട്ടിനൊക്കെയും കാത്തിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്ങൾ കടന്നു വരും. അപ്പോൾ ഭയം എപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരാം. എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആകുലത കടന്നു വരും. പക്ഷേ എല്ലായിടത്തും സർവശക്തനായ ദൈവത്തിന് പറയാനായിട്ടുള്ളത് നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ പലവിധ വിഷയങ്ങളുടെ നടുവേ നിങ്ങൾ ഭയത്തോടെ ആയിരിക്കുന്നത്. എന്ത് സംഭവിക്കും, അടുത്തെന്താ കേൾക്കാൻ പോകുന്നത്, അടുത്തെന്താ കാണാൻ പോകുന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കാനായിട്ട് പോകുന്നത്, ഞാൻ എവിടെ പോയി നിൽക്കും എന്നൊക്കെയുള്ള ഭയം നമ്മെ വളരെയധികം അലട്ടുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, അതേ സ്തോത്രം. ദൈവം അറിയാതെ പ്രിയ ദൈവം ഇതിലെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. അതേ സ്തോത്ര. കർത്താവ് നിന്റെ കൂടെയുണ്ട്. സർവശക്തനായിരിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം കൂടെയുണ്ട്. സ്തോത്ര. ആ കർത്താവ് നിന്റെ ജീവിതത്തിന് സകലതിനും മതിയായ കർത്താവ് അത്രേ. സ്തോത്ര. അതേ, നമ്മൾ ഭയപ്പെടുവാൻ ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോഴും നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരേ നാമം എന്ന് പറയുന്നത് ആ യേശു കർത്താവിന്റെ നാമം മാത്രമത്രേ. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ ആ യേശു കർത്താവിന്റെ നാമത്തെ നോക്കി ഈ പകൽക്കാലം വിളിച്ചപേക്ഷിക്കുവാനായിട്ട് ഇടയെത്തിരുമ്പോ നിന്റെ ഏത് വിഷയത്തിനകത്ത് ഉത്തരം തന്ന് നിന്നെ മാനിക്കുവാനായിട്ട് ഇടയെത്തിരും. അതേ സ്തോത്രം. എന്നെ നോക്കി വിളിച്ചപേക്ഷിപ്പി, ഞാൻ ഉത്തരമറലാമെന്ന് അരുളി ചെയ്ത കർത്താവ്. ഹല്ലേലൂയ. അതേ പകൽക്കാലം പ്രിയ ദൈവത്തിനെ നിന്നെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ ദൈവത്തിലേക്ക് നോക്കി ഒന്ന് വിളിച്ചപേക്ഷിക്കുക. സ്തോത്ര. സർവശക്തനായ ദൈവം നിനക്ക് മറുപടി തരും. സർവശക്തനായ ദൈവം നിനക്ക് ഉത്തരം തരുവാനായിട്ട് ഇടയെത്തിര. നമ്മൾ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്ര. അതുകൊണ്ട്
അതുകൊണ്ട് ഈ പകൽക്കാലം നീ തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട, അധൈര്യപ്പെട്ടു പോകണ്ട. തനിച്ചാണ് ഭയപ്പെടുന്ന മേഖലകളിൽ പറയണം, ഞാൻ തനിച്ചല്ല, കർത്താവിന്റെ കൂടെയുണ്ട്. സ്തോത്ര, എനിക്ക് ജയം തരുവാൻ, ഞാൻ ഈ വിഷയത്തെ ജയിച്ച് കയറും എന്ന് നാം ഒരു ധൈര്യത്തോടെ പറയുവാനായിട്ട് ഇടയെത്തണം. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ചില്ല, എന്റെ ദൈവത്താൽ ഞാൻ മതി ചാടിക്കടക്കും. സ്തോത്ര, ഹല്ലേലൂയ. അതേ മുമ്പിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതുണ്ട്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് വലിയ വിഷയമായിക്കൊള്ളട്ടെ, അതിനെ എന്റെ ദൈവത്താൽ മറികടക്കുമെന്ന് നാം വിശ്വാസത്തോടു കൂടി ഡിക്ലെയർ ചെയ്യുവാനായിട്ട് ഇടയായി തീരുമ്പോ, പ്രിയ ദൈവ പൈതലെ, അതിനെ ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ബലത്തെയും ദൈവം പകർന്നു തരുവാനായിട്ട് ഇടയായി തീരാം. ഇവിടെ വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. അതേ, ഭയപ്പെടാനായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ, പക്ഷെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് പറയുന്നുണ്ട്? ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാക്കുന്നു. അപ്പോൾ ഭ്രമിച്ചു നോക്കാൻ, അധീരിപ്പെട്ടു പോകുവാൻ, അത് ചഞ്ചലിച്ചു പോകാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രഭാതത്തിൽ ഭ്രമിച്ച് നീ പോകണ്ട. നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തെ ഓർത്ത് നീ ഭ്രമിച്ചു പോകണ്ട. സ്തോത്ര, ഹല്ലേലൂയ. അതെ, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, ഈ പകൽക്കാലം എൽശദാദിയായി നമ്മോട് കൂടെയുണ്ട്. യഹോവ ശമ്മയായി നമ്മോട് കൂടെയുണ്ട്. യഹോവ നിസിയായി നമ്മോട് കൂടെയുണ്ട്. യഹോവ ശാലോമായി നമ്മോട് കൂടെയുണ്ട്. യഹോവ ഈരയായി നമ്മോട് കൂടെയുണ്ട്. ഇവിടെ പറയുന്ന കാര്യമുണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ തനിച്ചല്ല, നമ്മുടെ ജീവിത യാത്ര. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ പടകം മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്ര, ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. എന്റെ നീതിയുള്ള വലം കൈക്കൊണ്ട് താങ്ങും. ഹല്ലേലൂയ. അതേ, നീ തകർന്നു പോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തെ നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. അതേ, സ്തോത്ര, മനുഷ്യരുടെ കരമല്ല അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ നിന്റെ ദൈവം എന്ന് അരുളി ചെയ്ത ആ ദൈവത്തിന്റെ കരം നിന്നെ തേടി വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര, അതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകണ്ട, ഭയപ്പെടേണ്ട. വിഷയങ്ങൾ വന്നുകൊള്ളട്ടെ, ആ വിഷയങ്ങളുടെ നടുവിൽ നീ ഭയപ്പെട്ടു പോകണ്ട. അതേ ഭാഗം നമുക്ക് സ്തോത്ര 43-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ആ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പേ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിചോല നിന്നെ ദഹിപ്പിക്കുകയില്ല. അപ്പൊ പ്രശ്നങ്ങൾ ഒത്തിരി ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരാം എന്നിവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒക്കെയും നിന്നെ തനിച്ചു വിടുകയില്ല. സ്തോത്ര, ഹല്ലേലൂയ. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ സ്തോത്രം, നമ്മുടെ കൂടെ ഇരിക്കുന്നവർ, നമ്മെ കൈ പിടിച്ചിരിക്കുന്നവർ, നീ ഭയപ്പെടേണ്ട, ഏത് വിഷയത്തിന്റെ മധ്യത്തിൽ ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നവരും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രിയ ദൈവമക്കളെ, അവർ നമ്മെ വിട്ട് അകലം വിട്ട് മാറിപ്പോകും. പക്ഷേ മാനസികമായ ബന്ധങ്ങൾ അകലം വിട്ടു മാറുമ്പോഴും അകലം വിട്ടു പോകാതെ വണ്ണം നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു നാമം എന്ന് പറയുന്നത് എന്റെ യേശു കർത്താവിന്റെ നാമം മാത്രമത്രേ. സ്തോത്ര, ഹല്ലേലൂയ. അതെ, ആ കർത്താവ് നിന്നെ കൈവിട്ട് കളയുകയല്ല. സ്തോത്ര, ഹല്ലേലൂയ. നിന്നെ കൈവിടാതെ ഇരിക്കേണ്ടതിന് കാൽവരി, സ്തോത്ര, ഹല്ലേലൂയ, ആ 2 കൈകൾ കർത്താവ് നിവർത്തി കൊടുത്തു. എന്തിനു വേണ്ടി? ആണികൾ അടിക്കേണ്ടതിനായിട്ട്. നീ തളർന്നു പോകുമ്പോ, നീ ക്ഷീണിച്ചു പോകുമ്പോ, നീ അധൈര്യപ്പെട്ടു പോകുമ്പോ നിന്നെ ചേർത്ത് പിടിക്കേണ്ടതിനു വേണ്ടി. സ്തോത്ര, എന്റെ അരുമരക്ഷ കാൽവരി നിനക്ക് വേണ്ടി കൈകളെ വിരിച്ചു കൊടുത്തുവെങ്കിൽ, പ്രിയ ദേവമക്കളെ, നിന്നെ ഏത് സാഹചര്യത്തിൽ കരം പിടിക്കുവാൻ ആ കരം നിന്റെ കൂടെയുണ്ട്. സ്തോത്ര, ആ കരം മുറുകെ പിടിച്ച് കളയുകയല്ല, ആ കരം മലർത്തി കളയുകയല്ല. സ്തോത്ര, നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു കരമുണ്ട്. സ്തോത്ര, അങ്ങനെ ഈ പകൽക്കാലം ആ കർത്താവിന്റെ കരത്തിലൊന്ന് ആശ്രയിക്കേ. ആ വല്ലഭന്റെ കരം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാം. ആ വല്ലഭന്റെ കരം നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുക. അതേ, ജയത്തിന്റെ ധ്വനി നിന്റെ ജീവിതത്തിൽ ഉയർത്തത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനിടയെത്തീരും. ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, നീ വെള്ളത്തിൽ കൂടി കടക്കും. പ്രശ്നങ്ങൾ വരികയില്ല എന്നല്ല ഇവിടെ കാണുന്നത്. പ്രശ്നങ്ങൾ കടന്നു വരും, ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ കടന്നു വരും. സ്തോത്ര, പക്ഷെ ഒന്നിനും നിന്നെ തൊടാൻ ദൈവം അനുവദിച്ചു കൊടുക്കേല. ഒന്നിനും നീ മുങ്ങിപ്പോകാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കേല. എന്താ? സകലതിനെയും, സ്തോത്രം, ഹല്ലേലൂയ, ശാന്തമാക്കുവാൻ കഴിയുന്ന, സകലതിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന, സകലതിനെ അതിർവരം വിട്ട് കാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്ര,
ആ വെള്ളത്തിൽ കൂടി നീ കടക്കുമ്പോ ആ വെള്ളം നിന്റെ മീതെ കവിയാതെ വണ്ണം, നീ നദികളിൽ കൂടി കടക്കുമ്പോ അവ നിന്റെ മീതെ കവിയാതെ വണ്ണം. സ്തോത്ര ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിച്ചിരിക്കാം, നമ്മുടെ തലയ്ക്ക് മീതെ കൂടി കവിയും, ഇപ്പോ നമ്മൾ തീർന്നു പോകുമെന്നൊക്കെ തോന്നിയിരിക്കാം. സ്തോത്രം. പക്ഷേ അതേ സ്തോത്രം ഹല്ലേലൂയ. കാറ്റ് എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്നറിയാത്തതുപോലെ, പ്രശ്നം എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയെന്നറിയാൻ കഴിയാത്തതുപോലെ ചില നിന്റെ ജീവിതത്തിൽ നിന്ന് ഈ പകൽക്കാലം ദൈവം തമ്പുരാൻ എടുത്തു മാറ്റും. ഹല്ലേലൂയ. മുമ്പിൽ നിൽക്കുന്ന വളരെ വലിയ ഭയപ്പെടുത്തുന്ന വിഷയമായിരിക്കാം, പക്ഷേ അത് ഒന്നും അറിയാതെ ഒരു കാറ്റടിച്ചു പോകുന്നത് പോലെ സ്തോത്രം ഈ പകൽക്കാലം പ്രിയ ദൈവത്തിൽ അങ്ങനെ വിശ്വസിക്കുക. സ്തോത്രം ഹല്ലേലൂയ. നിന്റെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ വിഷയമായിരിക്കാം. ആ വിഷയം എങ്ങനെ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുമെന്ന് അറിയത്തില്ലായിരിക്കാം, പക്ഷേ അതേ സ്തോത്രം നീ ആ വിഷയത്തോട് അടുക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ അതേ ആ വിഷയം അവിടെ ഇല്ലാതെ വേണം ദൈവം തമ്പുരാൻ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റുവാനായിട്ട് ഇടയായി തീരാ. നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, കല്ലറയ്ക്കൽ ഓടിയ മാർത്തയുടെ അനുഭവത്തെ ആര് കല്ലുരുട്ടി മാറ്റുമെന്നൊരു ചിന്ത അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ആ കല്ലറയ്ക്കലെത്തിയപ്പോ ആ കല്ല് ഉരുട്ടി മാറ്റിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തെ പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ മുമ്പിൽ ഭയപ്പെടുത്തുന്ന, നിന്നെ ചിന്താകുലനാക്കുന്ന, ആകുലപ്പെടുത്തുന്ന വലിയ വിഷയം നിന്റെ മുമ്പിൽ കാണുമായിരിക്കും. പക്ഷേ ആ വിഷയത്തോട് നീ അടുത്ത് ചെല്ലുവാനായിട്ട് ഇടയായി തീരുമ്പോ ആ വിഷയം നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീരാ. നിനക്ക് വേണ്ടി ചില ഓപ്പണുകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരും. തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, നീ തീ കുടി നടന്നാ വെന്തു പോകേല, അഗ്നിച്ചോല നിന്നെ ദയിപ്പിക്കേല. പ്രിയ ദൈവ ഇതിലെ ഒരു തീക്കും വെന്തു പോകാൻ അനുവദിച്ചു കൊടുക്കാതോണ, ഒരു അഗ്നിജോലിയെ നിന്നെ ദഹിപ്പിച്ചു കളയുവാൻ ഇടയാകാതോണ നിന്നെ കാക്കുന്ന ഒരു സുരക്ഷിത കരമുണ്ട്. അത് നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളിച്ചത് കർത്താവ്. ഹല്ലേലൂയ. ആ നീതിയുള്ള വലങ്കരം നിനക്ക് വേണ്ടി ഇറങ്ങുവാനായിട്ട് ഇടയായി തീരാ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ സ്തോത്ര പ്രശ്നങ്ങളെ കണ്ട് നീ ഭാരപ്പെടേണ്ട, നീ അധൈര്യപ്പെട്ടു പോകേണ്ട. സ്തോത്ര അലറിയെടുക്കുന്ന തിരമാലകളിൽ നീ തനിച്ചല്ല. സ്തോത്ര ഹല്ലേലൂയ. അതേ തിരമാലകൾ ആഞ്ഞടിച്ചു വരുമ്പോ സ്തോത്ര അതെ അതിന്റെ അലറി വരുന്ന ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ഭയം തോന്നിയിരിക്കാം. പക്ഷേ അവിടെ നീ തനിച്ചല്ല. ആ കാറ്റിനെയും കടലിനെയും ശ്വാസിക്കുന്ന ഒരു സർവശക്തനായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. പ്രിയതേ മക്കളെ സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നറിളി ചെയ്ത് മോശ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ആര് പറഞ്ഞു വിട്ടു എന്ന് പറയണമെന്ന് ഇസ്രായേൽ ചരിതയുടെ വിടുതലിന് വേണ്ടി പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ യഹോവേ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. സ്തോത്ര അതേ മോശയെ ഇസ്രായേൽ ചരിതയുടെ വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്കേ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്ര കാലത്തിന്റെ പൂർണ്ണ വചനമായി തീർന്ന മാംസം ധരിച്ച് യഥാർത്ഥ രൂപവും ഭാവവും മനുഷ്യർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് അതേ മർക്കോസ് സുവിശേഷത്തിൽ ഇതരദേശത്തേക്ക് കടന്നുപോയ ശിഷ്യന്മാർ അതേ സ്തോത്ര കാറ്റും കോളും കണ്ട് ഭയപ്പെട്ട സാഹചര്യത്തെ യേശു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശ്വാസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയദേവയിലെ സ്തോത്രം. എന്റെ കർത്താവിന്റെ കരം നിന്റെ കൂടെയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അതേ ഒരു മനുഷ്യനെ എത്തിക്കേണ്ടടുത്ത് നിനക്ക് വേണ്ടി ദൈവം എത്തിക്കുവാനായിട്ട് ഇടയത്തിര. കർത്താവിന്റെ ദൂതനെ ഇറക്കേണ്ടടുത്ത് കർത്താവിന്റെ ദൂതനെ നിനക്ക് വേണ്ടി ഇറക്കാം. എന്റെ കർത്താവ് ഇറങ്ങേണ്ടടുത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാനായിട്ട് ഇടയത്തിര. നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല പടക് വലിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്ര അമരത്തിന്റെ കർത്താവ് ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അമരത്തിന്റെ കർത്താവ് ഇരിക്കും കാലത്തോളം നീ മുങ്ങിപ്പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതേ സ്തോത്ര ശിഷ്യന്മാരോട് യേശു കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്തോത്ര അല്പവിശ്വാസികളെ ഹല്ലേലൂയ, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? കാരണം എന്താ? അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടവരാ. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രശ്നം വന്നപ്പോ അവർ ഭയപ്പെടുവാനിടയായി തീർന്നു. പ്രിയതേ മക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതാണ്. കർത്താവ് പല വിടുതലുകൾ തരുമ്പോൾ നമ്മുടെ കർത്താവ് വലിയവനാണെന്ന് പറയും, കർത്താവിൽ വിശ്വാസം വർദ്ധിക്കും. പക്ഷെ വീണ്ടും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം പോലും അറിയാതെ ഭയം കടന്നു വരാറുണ്ട്. പക്ഷെ ഈ പകൽക്കാലം സ്തോത്രം വിഷയങ്ങൾ കണ്ട് നാം ഭയപ്പെടേണ്ട. നാം ഇവിടെ കഴിയുന്ന കർത്താവ് കൂടെയുണ്ട്. സ്തോത്ര. അതുകൊണ്ട് അലറി അടുക്കുന്ന തിരമാലകളിൽ നാം തനിച്ചല്ല. വലിച്ചു തളരുന്ന നമ്മൾ ഒറ്റയ്ക്കല്ല. പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുവാൻ കഴിയാതെ തളർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ശൂന്യമക്കൾ നമ്മൾ വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നോക്കുമ്പോഴാ മുന്നോട്ട് എത്തുവാൻ കഴിയാതെ തളർന്നു പോകുന്ന ക്ഷീണിച്ചു പോകുന്ന മേഖലകളുണ്ട്. പക്ഷേ അവിടെയും എന്റെ യേശു കർത്താവിന്റെ കരം കൂടെയുണ്ട്. സ്തോത്രം. അതേ സ്തോത്രം. പടക് രാത്രി മുഴുവൻ വല
ഇറക്കിയിട്ട് അതേ ശൂന്യമായിരുന്ന പത്രോസിന്റെ പടകിനെ തേടി എന്റെ യേശു കർത്താവ് എത്തിയെങ്കിൽ നീ ക്ഷീണിച്ചു പോകുമ്പോൾ നീ തളർന്നു, ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല കർത്താവേ, ഞാൻ ഇവിടെ ക്ഷീണിച്ചു പോകുകയാണ്, ഞാൻ തളർന്നു പോകുകയാണ്, എനിക്കിനി തണ്ടുവലിക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് നീ പറയുമ്പോഴ് അതേ സ്തോത്രം നിന്നെ ശക്തിപ്പെടുത്തുക, നിന്റെ പടകിനെ നിറച്ചു തരുവാൻ കഴിയുന്ന കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. യേശു കർത്താവ് പത്രോസിന്റെ പടകിൽ കയറിയിട്ട് പറഞ്ഞു. അതിനുശേഷം നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീനെന്ന്. അവിടെ വല ഇറക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പെരുത്ത മീൻകൂട്ട ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ നീ ക്ഷീണിച്ചു പോകുമ്പോ, അതേ നീ തളർന്നു പോകുമ്പോ, സ്തോത്ര ഹല്ലേലൂയ, മാറി നിൽക്കുന്ന ഒരു കർത്താവല്ല, നിന്റെ തളർച്ചകളെ മാറ്റുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. എവിടെയൊക്കെ നീ തളർന്നു പോകുന്നില്ലേ, എനിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല കർത്താവേ, എനിക്ക് ഈ സാഹചര്യത്തിൽ മുന്നോട്ട് എന്റെ കുടുംബത്തെ കൊണ്ടുപോകുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നീ തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിന്റെ സ്തോത്ര ശൂന്യതകളെ നിറയ്ക്കുവാൻ കഴിയുന്ന അതേ സ്തോത്രം അവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ പടക് നിറയെ മാത്രമല്ല, മറ്റു ചെറുപടകുകളെ കൂടി നിറയ്ക്കത്തക്ക രീതിയിൽ അതേ ശൂന്യതയെ മാറ്റിക്കൊടുത്ത കർത്താവ്. ഹല്ലേലൂയ. അതേ നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ക്രിസ്തുവിന്റെ നിറവ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്ന മേഖലകളെ കർത്താവ് നിറയ്ക്കുവാനായിട്ട് ഇടയത്തിര. ആകെയാ നിങ്ങൾ ഭയപ്പെടേണ്ട. സ്തോത്ര. അതേരിയപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. ചെങ്കടലിനെ കണ്ട് മിസ്രൈമിനെ കണ്ടു ഭയപ്പെട്ട ഇസ്രായേൽ ജനതയോട് യഹോവയെ ദൈവം മോശ മുഖാന്തരം പറയുവാനായിട്ട് ഇടയത്തീർന്നു. നിങ്ങൾ പിന്തിരിഞ്ഞു പോകണ്ട, നിങ്ങൾ മുന്നോട്ട് പോകുവേൻ. അതേരിയപ്പെട്ടു പോകണ്ട, ധൈര്യപ്പെട്ടു മുന്നോട്ട് പോകുവേ. ഈ പകൽക്കാലം ചില വിഷയങ്ങളുടെ മുമ്പാക്കി സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് തണ്ടുവലിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ചെങ്കടൽ പോലെ ആർത്തിരച്ചു ഇറങ്ങുന്ന ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം. സ്തോത്ര. ചില പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കാം. അവൻ പോയ എവിടെ വരെ പോകുന്നു നമുക്ക് കാണാമെന്ന് വെല്ലുവിളിക്കുമ്പോഴാ ആ വെല്ലുവിളിയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. പ്രിയ ദൈവ പൈതലേ, അതുകൊണ്ട് നീ തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, യേശു കർത്താവ് പടകിന്റെ അക്കരെ നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ പത്രോസ് യേശു കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവെ നീ ആകുന്നുവെക്ക് ഞാൻ അവിടത്തോളം വന്നുകൊള്ളട്ടെ എന്ന് ചോദിച്ച് അവരെ പത്രോസ് എന്നോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, കടന്നു വരാനായിട്ട് പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യത്തെ തന്നിലേക്ക് ആ നടന്നു പോകുന്ന ഒരു ടൈമില് തന്നിലേക്ക് താനൊന്ന് നോക്കുവാനായിട്ട് ഇടയെത്തുന്നു. ആ പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മിലേക്ക് നാം നോക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തെ കടന്നു വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നാം മുങ്ങിപ്പോകുവാനായിട്ട് ഇടയെത്തുന്നത്. നമ്മോട് കൂടെയുള്ളവൻ കാറ്റിനെയും കടലിനെയും അമർച്ച ചെയ്തവനാണെന്നുള്ള ഉത്തമമായ ബോധ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നാം തനിച്ചല്ല നമ്മുടെ ജീവിത യാത്രയിൽ, ജീവിതത്തിന്റെ ഏത് ഘട്ടത്തില് കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഭരിക്കുവാനായിട്ട് ഇടയെത്തുന്ന പത്രോസ് തന്നിലേക്കൊന്ന് നോക്കുവാനായിട്ട് ഇടയെത്തുന്നപ്പോ അതേ മുങ്ങും എന്ന് തോന്നുവാനായിട്ട് ഇടയെത്തുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യേശുനാഥൻ എന്ത് ചെയ്തു? കരം പിടിച്ച് ഉയർത്തുക. യേശു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. നീ മുങ്ങിപ്പോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിന്നെ കരം പിടിച്ച് ഉയർത്തുക എന്റെ കർത്താവ് അരികത്തുണ്ട്. സ്തോത്ര. കൈ നീട്ടി പത്രോസിനെ പിടിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. കൈയെത്തി പിടിക്കത്തക്ക രീതി എന്റെ കർത്താവ് നിന്റെ അരികത്തുണ്ട്. നീ മുങ്ങിപ്പോകുക, നീ തളർന്നു പോകുക, നീ ക്ഷീണിച്ചു പോകുക, നീ പരാജയപ്പെട്ടു പോകുക, നീ തലകുനിച്ചു പോകുക, എന്റെ കർത്താവ് ഇടയാക്കത്തില്ല. തക്ക സമയത്ത് ഹല്ലേലൂയ കർത്താവ് നിന്നെ കരം പിടിച്ച് ഉയർത്തുവാനായിട്ട് ഇടയായിത്തീര. നീ തീർന്നു എന്ന് പറയുന്ന ഇടത്ത്, നീ വീണ്ടും മുങ്ങിപ്പോകുമെന്ന് തോന്നുന്ന ഇടത്ത് നിന്നെ കരം പിടിച്ച് ഉയർത്തുവാൻ എന്റെ യേശു കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, പ്രിയ ദൈവത്തിലെ, നീ തനിച്ചല്ല. സ്തോത്രം. കർത്താവ് കൂടെയുണ്ട്. നിന്നെ ഒറ്റയ്ക്ക് വിടാത്ത കർത്താവ് കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായിക്കൊള്ളട്ടെ. സ്തോത്രം. ഈ പൽക്കാലം ചിന്തിക്കുന്നുണ്ടായിരിക്കാം, കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ആര് സംസാരിക്കും എന്നൊക്കെ ചില ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പ്രിയ ദൈവത്തിനെ, നിനക്ക് മുമ്പായി കർത്താവ് കടന്നു പോകുന്നുണ്ട്. അതേ സ്തോത്രം. നിനക്ക് മുമ്പായി കടന്നുപോയി കർത്താവ് ചിലതൊക്കെ നിരപ്പാക്കുവാനായിട്ട് ഇടയെത്തിരോ. നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത്, നമ്മെ ഭയപ്പെടുത്തുന്ന ചിലതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയെത്തിരോ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ ഉറച്ചു പറയട്ടെ, സ്തോത്രം,
സ്തോത്രം. നിന്റെ ജീവിതയാത്രയിൽ നീ തനിച്ചല്ല, എന്റെ യേശു കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. കാറ്റിനെയും കോളിനെയും ശാന്തമാക്കിക്കൊണ്ട് അതേ സ്തോത്രം ശിഷ്യന്മാരുമായിട്ട് യേശു കർത്താവ് ഗദരദേശത്ത് എത്തി. ഹല്ലേലൂയ. അതേ സ്തോത്രം. നീ ആഗ്രഹിച്ച് ചിലർക്കൊക്കെ എത്തണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നില്ലേ? അതേ സ്തോത്രം. തുടങ്ങിയ സാഹചര്യത്തിൽ വളരെയധികം ശാന്തമായി കാണുമായിരിക്കും. പക്ഷേ വീണ്ടും അങ്ങോട്ട് സ്റ്റെപ്പുകൾ വച്ചപ്പോ അതേ തിര തള്ളിക്കയറുന്ന അനുഭവങ്ങൾ, എത്ര അടച്ചിട്ടും അടയ്ക്കുവാൻ കഴിയാതെ ചിലത് പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് തള്ളിക്കയറുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിരാശപ്പെട്ടു പോകേണ്ട. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാക്കുന്നു. നിന്നോട് യാത്ര തിരിക്കാൻ പറഞ്ഞ കർത്താവ് കൂടെയുണ്ട്. ആ യാത്രയുടെ അവസാനത്തിലേക്ക് കർത്താവ് കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയാക്കി തീരും. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ നിന്നെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിപ്പാൻ നിന്റെ കൂടെയുണ്ട്. മേലാലും നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് നിന്റെ ജീവിത യാത്രയിൽ നൗകകൾ കടന്നു വരുമ്പോ, അതേ സ്തോത്രം, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, തിരകൾ ആഞ്ഞ് അടിക്കുമ്പോ സ്തോത്ര, അതേ സ്തോത്ര, അത് നിന്റെ മീതെ കവിയാതവണ നിന്നെ കാക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. സ്തോത്ര. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ്, അതേ സ്തോത്രം, നിന്റെ കൂടെയുണ്ട്. നീ ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. നീ ഒറ്റയ്ക്ക് കർത്താവ് നിന്നെ ഒരിക്കലും വിടുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. നാം കർത്താവിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിന്നെ കർത്താവ് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അതുകൊണ്ട് സ്തോത്ര, അലറി അടക്കുന്ന തിരമാലകളുടെ നടുവില് നീ ഒറ്റയ്ക്കല്ല. തണ്ടു വലിച്ച് തളരും പോലും നീ ഒറ്റയ്ക്കല്ല. സ്തോത്ര. ഹല്ലേലൂയ. കരം പിടിച്ചുയർത്തുവാൻ കഴിയുന്ന, നിന്നെ ഏത് സാഹചര്യത്തിലും തളരാതെ വേണ്ട നിന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന യേശു കർത്താവ് കൂടെ ഉണ്ട്. സ്തോത്ര. അതുകൊണ്ട് ക്ഷീണിച്ചു പോകേണ്ട, അധൈര്യപ്പെട്ടു പോകേണ്ട. നിന്നെ വിളിച്ച ദൈവം ഹല്ലേലൂയ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വസ്തനായിട്ട് കർത്താവ് കൂടെയുണ്ട്. സ്തോത്ര. ആ കർത്താവ് ഹല്ലേലൂയ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ്. പലപ്പോഴും കടന്നു വരുന്ന ഒരു ചിന്തയാണ്, ഞാൻ ഒറ്റയ്ക്കാ, എന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ, എന്റെ രോഗത്തിന്റെ അവസ്ഥ ഞാൻ ഒറ്റയ്ക്കാ. ഇല്ല പ്രിയ ദൈവമക്കളെ, നിന്റെ കണ്ണുനീരുകളെ തുടപ്പാൻ കർത്താവ് കൂടെയുണ്ട്. നിന്റെ രോഗത്തെ മാറ്റുവാൻ കർത്താവ് കൂടെയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. രോഗത്തെ കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി നിന്റെ രോഗത്തെ കർത്താവ് വഹിച്ചുവെങ്കിൽ ആ രോഗത്തെ ചുമന്ന കർത്താവ് നിന്റെ രോഗത്തെ ചുമന്നു. ഹല്ലേലൂയ. അടിപ്പിണരാനുള്ള സൗഖ്യം നിനക്ക് വന്നിരിക്കുന്നു. ആ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയെത്തിരും. ഈ പകൽക്കാലം വിശ്വാസത്തോടും ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കുക. ജീവിതത്തിലെ ഏത് പ്രയാസഘട്ടങ്ങളുടെ മധ്യത്തില് എന്റെ കർത്താവ് നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ജയത്തോട് നടത്തുവാനായിട്ടിടയത്തിര. മാറാനാഥയായി കൂടെയിരിക്കുന്ന ദൈവം ഹല്ലേലൂയ. അതേ സ്തോത്ര. ഹല്ലേലൂയ. നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തും. ഒരിക്കലും മാറാത്ത കർത്താവ്, നിന്റെ ജീവിതത്തിന്റെ കയ്പിന്റെ അനുഭവങ്ങളെ മാറ്റിത്തരുവാൻ കഴിയുന്ന കർത്താവ് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം നീ അധൈര്യപ്പെട്ടു പോകേണ്ട. പ്രശ്നങ്ങൾ കടന്നു വരും. ഇവിടെ വചനത്തിൽ ഞാൻ വായിച്ചതുപോലെ പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് കടന്നു വരും. പക്ഷേ അവിടെ നിന്നെ സഹായിക്കുവാൻ കഴിയുന്ന, നിന്നെ ശക്തീകരിക്കുവാൻ കഴിയുന്ന, നീതിയുള്ള വലം കൈക്കൊണ്ട് താങ്ങുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. പത്രോസ് മുങ്ങിപ്പോകുമെന്ന് തോന്നിയ ഒറ്റ സാഹചര്യത്തെ കൈകൊടുത്ത് പിടിച്ചുയർത്തിയതായ ദൈവം, നീ മുങ്ങിപ്പോകുമെന്ന് തോന്നുന്ന സാഹചര്യത്തെ ചുറ്റുമുള്ളവർ പറയുന്നുണ്ടായിരിക്കും, അവ എടുത്തു ചാടിയതാ, അവന് വേണം, അവൻ എന്ത് ഭവിക്കുമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും പലതും നിന്ന് പറയുമ്പോ നീ മുങ്ങിപ്പോകാതെ വേണം. നീ മുങ്ങിപ്പോകാതവണ്ണം നിന്നെ കരം പിടിച്ചുയർത്തുന്ന കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് ജയം നിനക്ക് തരുവാനായിട്ടിടയത്തിരും. അതുകൊണ്ട് വിശ്വാസത്തോടും ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കാം. ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, ശബ്ദം ശ്രവിക്കുന്ന ജനത്തെ ദൈവകരകളെത്തുന്നു. ഭയപ്പെടാൻ ഒത്തിരി വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കാണും കർത്താവേ. പക്ഷേ ആ ഭയത്തെ എല്ലാം പുറത്താക്കിക്കൊണ്ട് കർത്താവേ, ഞങ്ങളെ ഉയർത്തുവാൻ കഴിയുന്ന, ഞങ്ങളെ മാനിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഞങ്ങൾ കൂടെയുള്ള കൃപയ്ക്കായി സ്തോത്ര. അപ്പൊ അങ്ങയുടെ ജനം ഏതെല്ലാം വിഷയങ്ങളുടെ നടുവേ ഈ പകൽക്കാലം ഭയത്തോടെ ആയിരിക്കുന്നുവോ, ആകുലപ്പെട്ടിരിക്കുന്നുവോ, നിരാശപ്പെടുന്നുവോ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ തളർന്നിരിക്കുന്നുവോ, ആ വിഷയങ്ങളുടെ നടുവിൽ അങ്ങയുടെ കരം അവരെ പിടിച്ച് കർത്താവേ, അങ്ങയുടെ നീതിയുള്ള വലം കരം കൊണ്ട് അവരെ താങ്ങി കർത്താവേ, ഈ പകൽക്കാലം അവർ എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ ആ തളർന്നിരിക്കുന്നവരുടെ ഹൃദയങ്ങളുടെ അകത്ത് ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടണമേ. ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ബലവും കർത്താവേ തന്റെ ജനത്തിന്റെ മേൽ അളവ് കൂടാതവണ പരിശുദ്ധ
പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം അവരുടെ മേൽ വെളിപ്പെടട്ടപ്പാ. അപ്പാ അങ്ങയുടെ സഹായം അവർ അനുഭവിക്കട്ടെ കർത്താവേ. അപ്പാ ഒരു തോന്നലല്ല കർത്താവേ, വാസ്തവമായി അങ്ങ് അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് കർത്താവേ ഈ പകൽക്കാലം തന്റെ ജനം തിരിച്ചറിയത്തക്ക രീതി പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും വേദനയിലും ദുഃഖത്തിലും ആയിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ഈ പകൽക്കാല ഈ വചനത്താൽ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി മുന്നോട്ട് അവരെ എത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.